നമ്മളെപ്പോഴും ഈ ബിസിനസ്സിൽ പ്ലാനുകൾ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യാൻ തുടങ്ങുക. അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ എൻ്റെ ബാങ്കിൻ്റെ ലോൺ തിരിച്ചടവ് തുടങ്ങി. അപ്പോൾ അത് ഡാഡി ചെയ്യുമായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ എനിക്കത് വലിയ പ്രശ്നം. പക്ഷേ ഞാൻ പിന്നീട് എനിക്കത് ഞാൻ പറഞ്ഞു, ഡാഡി പറഞ്ഞു നീ തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. പിന്നെ ഒരു സുഹൃത്തുണ്ട്, അവനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങി. അനൂപ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ തുടങ്ങി. ഞാനാണത് അവൻ പറഞ്ഞ് നീ തുടങ്ങിക്കോ, ഞാൻ സപ്പോർട്ട് ചെയ്യാന്നുള്ള അങ്ങനെ രീതിയിലാണ്. അപ്പം ഞാൻ ബാംഗ്ലൂരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ബാംഗ്ലൂർ എനിക്ക് തോന്നി കൊച്ചി തന്നെയായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് കൊച്ചി, ഞാൻ പറഞ്ഞല്ലോ എന്ത് സ്റ്റാർട്ട് ചെയ്യണം കൊച്ചിയാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 3 മാസം. അപ്പം നമ്മളെപ്പോഴും ഈ ബിസിനസ്സിൽ പ്ലാനുകൾ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യാൻ തുടങ്ങുക. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ആ പ്ലാൻസ് വെച്ച് ഇപ്പം പഠിച്ചു വെച്ച പ്ലാനുകളൊക്കെ വെച്ചിട്ടാണ് ബിസിനസ്സിൻ്റെ കുറേ സ്ട്രാറ്റജീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഓക്കെ ഇന്ന ബ്രേക്ക് ഇവൻ ആവും, ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പോലെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെയൊക്കെ വെച്ച് ഒരു ഓഫീസൊക്കെ ഇട്ട് സംഭവം തുടങ്ങുകയാണ്. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലായി കയ്യിൽ നിന്ന് പോയി. പിന്നെ അല്ലാണ്ട് അത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതായത് നമ്മൾ വിചാരിക്കുന്ന അന്ന് ഞാൻ മാർക്കറ്റിംഗ്, അതായത് എൻ്റെ മനസ്സിലപ്പോഴേക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആണ് മനസ്സിലുള്ളത്. എൻ്റെ വിഷൻ അതാണ്, ടു ബി ബെസ്റ്റ് ഇൻ ലൈക്ക് സെല്ലിങ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇതാണ് എൻ്റെ ചിന്ത. അപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇതെങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത്. സെല്ലിങ് എ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് കോഴ്സ് ടുഗദർ ഈസ് ഡിഫിക്കൽട്ട്. അപ്പം ഒന്നില്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ഇത് രണ്ടും ഒരുമിച്ച് വിൽക്കാൻ പറ്റില്ല. ബട്ട് മാർക്കറ്റിംഗിൽ ഒരു ഇതുണ്ട്. നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ വി ക്യാൻ ഡു ബോത്ത്.